ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ച് നമുക്കൊരു റീൽ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എടുക്കുമ്പോൾ ഞാൻ മേക്കപ്പ് ചെയ്യുന്നത് നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാം എന്ന് വിചാരിച്ചിട്ട് എടുക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ ഇപ്പോൾ പ്രഗ്നൻ്റ് ആയ കാരണം ഞാൻ വിചാരിച്ചു വെറുതെ ഇരിക്കല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ വെറുതെ ഇരിക്കത്തില്ല. ഇപ്പം നോക്കിയാലും ഇങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കണം. അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു റീൽ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ചേട്ടനും മമ്മിയും ആരും ഇല്ലാത്ത കാരണം വീട്ടിൽ ഒറ്റയ്ക്കായ കാരണം ഇങ്ങനെ പോകുന്നു. അപ്പം നമുക്ക് തുടങ്ങിയാലോ. ഫസ്റ്റ് ഞാൻ മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുക. അധികം മേക്കപ്പ് സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ, ഉള്ള കുറച്ച് സാധനങ്ങളുള്ളൂ. അപ്പോൾ ഫോണൊന്നും വയ്ക്കാനുള്ള സ്ഥലമില്ലാത്ത കാരണം ഞാൻ എന്ത് ചെയ്തു, അപ്പോൾ ഉള്ള പോലെ ചെയ്യാം എന്ന് വിചാരിച്ചു. അപ്പോൾ മോയ്സ്ചറൈസർ ഇട്ട് കൊടുത്ത് നന്നായി മുഖത്ത് ഇട്ട്, ഈ പ്രഗ്നൻ്റ് ആയ സമയത്ത് നമ്മൾ എന്താ പറയുക, മേക്കപ്പ് ഒന്നും ചെയ്യാൻ പാടില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അന്നേരം നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കാം. പിന്നെ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ എല്ലാവരും പറയും, ഓ എന്താ പറയുക, അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനെയൊക്കെ പറയുന്ന കാര്യം ഐ ഡോണ്ട് കെയർ. അപ്പോൾ പിന്നെ തുടങ്ങാം. ഞാൻ അപ്പോൾ ഇന്ന് ഷേഡൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. തിളങ്ങട്ടെ അങ്ങോട്ട്, റീലെടുക്കാൻ പോവല്ലേ, അപ്പോൾ അതിൻ്റേതായ തിളക്കൊക്കെ വേണം വിചാരിച്ചിട്ട് ഷേഡോ എല്ലാം ഇട്ട് കൊടുക്കാം. പിന്നെ ഇപ്പുറത്ത് കണ്ണട വെച്ചിട്ടുണ്ട്, അതിൽ നോക്കിയിട്ടാണ് ഇടുന്നത് കേട്ടോ. ഫോണിൽ നോക്കിയിട്ട് ഇടുമ്പോൾ ഒരു ഇതും വരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങോട്ട് ഇടാതെ. പിന്നെ ഫൗണ്ടേഷൻ ഇല്ല, എന്നാലും ഇതിലൊരു വൈറ്റ് ഉണ്ട് ഫൗണ്ടേഷൻ അല്ല, കൺസീലർ പോലത്തെ. അപ്പോൾ അത് നമ്മൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. ഇതിൽ കുറച്ച് മേക്കപ്പ് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ പിന്നെ പ്രഗ്നൻ്റ് ആയ കാരണം എൻ്റെ ചേട്ടനെ യൂസ് ചെയ്യുന്നത്, ചേട്ടൻ ഡാൻസർ ആയ കാരണം അങ്ങനെ ആ ചേട്ടനാണ് ഫൗണ്ടേഷൻ സാധനങ്ങളൊക്കെ കൊണ്ടുപോകും. അപ്പോൾ അതങ്ങനെ അതാണ് ഞാൻ കണ്ണിൻ്റെ അടിയിൽ ഇട്ട് കൊടുത്തു. ഭയങ്കര കറുപ്പ് കളറുള്ള കാരണം, ഭയങ്കരമായിട്ടൊന്നുമില്ല, ഇപ്പോഴല്ല, കുറച്ച് കഴിഞ്ഞിട്ട് വരാം, എന്നാലും ഇപ്പോൾ ഉള്ള കാരണം ഉള്ളതൊക്കെ ഇതാക്കി. പിന്നെ ഞാൻ കുറച്ച് നമ്മുടെ ഈ ഇവിടെ മുഖത്തിൻ്റെ അവിടെ ഇതുള്ളടത്ത് ഞാൻ കുറച്ച് ബ്ലാക്ക്, നമ്മുടെ ഈ താടീൻ്റെ അവിടെയൊക്കെ ബ്ലാക്ക് ഉണ്ട് നന്നായിട്ട്, അവിടെയൊക്കെ കുറച്ച് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. കുറച്ച് മാറി കിട്ടും കേട്ടോ, കുറേ ഒന്നും മാറി കിട്ടില്ല, കുറച്ച് മാറി കിട്ടുള്ളൂ. ഞാൻ എന്തെങ്കിലും ഫൗണ്ടേഷൻ ഒന്നും ഇല്ലാത്ത കാരണം ഇപ്പം ഇത്ര ചെയ്യണമല്ലോ, ഫൗണ്ടേഷൻ ഇല്ലല്ലോ, ചെയ്തിട്ട് കാര്യമില്ല. പിന്നെ ഹൈബ്രോ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഞാൻ നല്ല രീതിക്കൊന്നും വരയ്ക്കണമെന്നില്ല. ഈ എന്താ പറയുക, ഇപ്പം എന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ കുറച്ച് ചെയ്യണുള്ളൂ കേട്ടോ, കുറേ ഒന്നും ചെയ്യാറില്ല. പിന്നെന്താ പറയുക, ഞാനിങ്ങനെ ഇത് ഞാൻ മേക്കപ്പ്, എനിക്കെന്ന് വെച്ചാൽ മേക്കപ്പ് ഒന്നും ഇടാൻ ഇഷ്ടമല്ല. ഇപ്പോൾ പ്രഗ്നൻ്റ് ആയ കാരണം കണ്ടാൽ മുഖത്തൊക്കെ നിറച്ച് കുരുക്കൾ, പിമ്പിൾസ് വന്നിട്ടുണ്ട് നല്ല രീതിക്ക്. അപ്പോൾ അത് കാരണം ഒന്നും ഇടാൻ ഇഷ്ടമല്ല ഗൈസ്. ഞാൻ പിന്നെ റീൽസൊക്കെ എടുക്കുന്നത് ഒന്ന് ചേട്ടനുണ്ടെങ്കിൽ റീൽസ് എടുത്തിടുമായിരുന്നു. ചേട്ടനപ്പൊക്ക് റീൽസ് ഇടാൻ വേണ്ടിയിട്ട് ഓരോന്ന് ചെയ്ത് തരും. ചേട്ടനിപ്പോൾ വർക്കിന് പോയ കാരണം, അത് മാത്രമല്ല അമ്മയൊന്നും ഇല്ലാത്ത കാരണം ഞാൻ ഇങ്ങനെ ഓരോന്ന് ചെയ്തിട്ട് എൻ്റെ ഒരു സമാധാനത്തിന് ഞാൻ റീൽസൊക്കെ എടുത്തിടണമെന്നുള്ള. ഇതൊക്കെ ഒരു നല്ല ഒരു രസമല്ലേ. പ്രഗ്നൻ്റ് ആയിട്ട് എല്ലാ എന്താ പറയുക സ്ത്രീകളും വീട്ടിൽ വെറുതെ ഇരിക്കും, അല്ലെങ്കിൽ റെസ്റ്റ് എടുക്കുന്ന സമയത്തൊക്കെ നല്ല രീതിക്ക് റെസ്റ്റ് എടുക്കലും അതും ഇതൊക്കെ ആയിരിക്കും. പക്ഷേ ഞാൻ അങ്ങനെയല്ല, ഞാൻ നേരെ തിരിച്ചാണ്. അപ്പോൾ എന്ത് ചെയ്യാനാ, ഇങ്ങനെയൊക്കെ തന്നെ. പക്ഷെ പാവമില്ല. അപ്പോൾ നമുക്ക് കുറച്ച് റൂഷ് ഇടാം. ഷാഡോ പാലറ്റിൽ തന്നെ ഉണ്ട് റൂഷ്. അപ്പോൾ പിന്നെ നമുക്ക് തിന്നെടുക്കാം. കവളൊക്കെ ഇങ്ങനെ ചുമന്നിരിക്കുന്നത് ഇങ്ങനെ ഇടുക സൂപ്പറല്ലേ. കവളത്തും എനിക്ക് റൂഷ് ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ടില്ല റൂഷ് ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് താടിയും ഇട്ട് കൊടുക്കാം കേട്ടാ, അതിനിടെ കൊള്ളാവൂ. ഹൈലൈറ്റ് വേണമെങ്കിൽ കുറച്ച് ഒരു ഗിൽറ്റ് പോലത്തെ ഒരു ഇത് ഷേഡോയിലുള്ള കാരണം അതെടുത്തിട്ട് ഞാൻ ഇട്ട് കൊടുക്കാം. രണ്ട് ഷേഡോ പാലറ്റ് ഉണ്ട്, രണ്ട് ഷേഡോ പാലറ്റും ഇത് ഞാൻ മീഷോന്ന് വാങ്ങിച്ചതാണ്. രണ്ടും കുഴപ്പമില്ല, കൊള്ളാം എന്ന് പറയാം. ഈ ബ്രഷ് ഞാൻ മീഷോന്ന് വാങ്ങിച്ചത്, വില കുറവിന്. അധികം റേറ്റ് ഒന്നും 200 സംതിങ് ഉണ്ട് വാങ്ങിച്ചതാണ്. അതിൽ പകുതി ബ്രഷ് ഞാൻ കൊണ്ടുപോയി കളഞ്ഞു. അപ്പോൾ ഇങ്ങനെ എടുക്കുക കൊള്ളാമോ. അപ്പോൾ നമുക്ക് അടുത്തത് ലിപ്സ്റ്റിക്ക് ഇടാം. ഞാൻ 2 ഷെയ്ഡ് ഇതായിട്ടാണ് ആദ്യം ഞാൻ വരച്ചു കൊടുത്ത്, ലിപ് ലൈനറല്ല, ലിപ്സ്റ്റിക്ക് കൊണ്ട് വരച്ചു കൊടുത്ത് കളാവും. വരച്ചു കൊടുത്ത് കഴിഞ്ഞിട്ട് ഞാനൊരു ഇത് ശുഭത്തിൻ്റെ ഇതൊക്കെ പോയി, ഇത് ഡാക്സ്ലറിൻ്റെ ഞാൻ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ നടുക്കിൽ ഇങ്ങനെ ഇട്ടാ, രണ്ടും കൂടി മിക്സ് ആയി വരുമ്പോൾ ഈ ഷെയ്ഡ് കിട്ടും. എങ്ങനെയുണ്ട്?
ഇപ്പോൾ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ആൾക്കാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റാണ് ഇതൊക്കെ. എൻ്റെ നല്ല റേറ്റുള്ള പ്രൊഡക്റ്റ് എന്ന് പറയാനൊന്നുമില്ല, എല്ലാം ഇങ്ങനത്തെ ഇതാണ്. പിന്നെയെന്ന് വെച്ചാൽ എന്താ പറയുക, ഞാൻ നമ്മൾ എന്താ പറയുക ഒരു കാപ്പി കളർ ഗിൽറ്റ് എടുത്തിട്ടേ അടിയിലൊന്ന് ചെറുതായിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുത്തേ. എങ്ങനെയത് അല്ല, പിന്നെ നമ്മുടെ മസ്കാര ഇടാൻ മറന്നുപോയി ഗൈസ്, അപ്പോൾ നമുക്ക് അതും കൂടി ഇട്ട് കൊടുക്കാം. ഓക്കെ, ഞാൻ ഫസ്റ്റ് ഒന്ന് മേക്കപ്പ് എന്താ പറയുക പുറത്തൊന്നും പോകുമ്പോൾ ഈ ഫൗണ്ടേഷൻ അത് ഇതും ഒന്നും ഇടില്ലായിരുന്നു. പിന്നെ നമ്മൾ കണ്ട് പഠിച്ച് ഓരോരുത്തരെ കാണുമ്പോൾ നമുക്കും ഒരു പൂതിയൊക്കെ ഉണ്ടാവുമല്ലോ, ഷോ എന്നൊക്കെ പറഞ്ഞിട്ട്. അതേപോലെയാണ് ഞാൻ മേക്കപ്പിനോടൊരു ഇൻട്രസ്റ്റ് തോന്നിയത്. എങ്ങനെയുണ്ട്? ഞാൻ ഇരുന്നത് ഈ 2 കമ്മൽ, ഇത് സ്റ്റുഡിയോ എന്ന് വാങ്ങിച്ചതാ. എനിക്ക് എങ്ങനെ എന്താ പറയുക ഒരു ഷീറ്റ് മൊത്തമായിട്ട് കിട്ടില്ല, അങ്ങനെ വാങ്ങിച്ചതാണ്. അങ്ങനെ വാങ്ങിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, എല്ലാം എടുത്ത് വെച്ചേക്കാം, ഒന്നും ഇട്ടിട്ടില്ല. അപ്പോൾ അതിൽ നിന്ന് ഞാൻ വിചാരിച്ച് ഇടാൻ വിചാരിച്ചു. ഇപ്പുറത്തേക്ക് അതിലിട്ടു. അപ്പോൾ കമ്മലിട്ട് കഴിഞ്ഞിട്ട് വാച്ച് കെട്ടണോ? കഴിച്ചേനുണ്ട്. വാച്ച് കെട്ടണം. നമുക്ക് വളയിടാം. കമ്മൽ കൊള്ളാവോ? അത് വേണ്ടേ? മുടി കെട്ടാം. മുടിയൊന്നുമില്ല കെട്ടാൻ, അയച്ചിട ചെയ്യണത്, വെറുതെ ചെയ്യുക. സാറില്ല, കുറേ ഒന്നും എടുക്കാൻ പറ്റാം, ഒരു 2 ഡ്രോപ്പ് എടുത്താൽ മതി. ഇങ്ങനെ മുടി ആദ്യം ഞാൻ വിചാരിച്ചു അയച്ചിടാന്ന് തന്നെ വിചാരിച്ചു. അയച്ചിട്ടിട്ട് നമുക്ക് ഇങ്ങനെ ഒരു കർച്ചീഫ് പോലത്തെ ഇത് കിട്ടൂലേ, തലയിൽ തൊപ്പി പോലെ, അതുപോലെ കെട്ടിയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. ഇതാണ് കോസ്റ്റ്യൂം, അറിയാലോ. ഇതാണ് നമ്മുടെ ഔട്ട്ഫിറ്റ്. എങ്ങനെയുണ്ട് ഗൈസ്? ഇത് അധികം സ്ഥലം തന്നെ കേട്ടോ, ഉള്ള സ്ഥലത്താണ് ഞാൻ ഈ കോപ്പാട്ടിങ്ങളൊക്കെ കളിക്കുന്നത്. കൊള്ളാവൂ? ഭംഗിയുണ്ടോ?